الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أحسن الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരി സഹോദരന്മാരെ, അളവറ്റ ദയാവരനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ജാഗ്രതയോടുകൂടി സൂക്ഷിക്കണമെന്നും അവ നടപ്പിലാക്കാൻ പരിശ്രമിക്കണമെന്നും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതം നയിച്ചുകൊണ്ട് ഇണകളോടൊത്തും മക്കളോടൊത്തും പേരക്കുട്ടികളോടൊത്തുമൊക്കെ തന്നെ കഴിഞ്ഞുകൂടാനാവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമായി വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചു നൽകി. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, നിങ്ങളുടെ ഇണകളിലൂടെ നിങ്ങൾക്ക് മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ അവൻ നൽകി. വറസഖക്കും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ വസ്തുക്കളെ നിങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ടി അവൻ തയ്യാറാക്കി. അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അതിനെ നിങ്ങൾ അംഗീകരിക്കുകയും അതിന് ശുക്ർ ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത്, അതിനെ നിഷേധിക്കുകയല്ല. അഫബിൽ ബാത്തിൽ യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, ഈ ദൈവിക അനുഗ്രഹത്തെ നിങ്ങൾ നിഷേധിക്കുകയാണോ, അപമതിക്കുകയാണോ? എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ജീവിതമല്ലാത്തതിനെ, ബാത്തിലിനെ നിങ്ങൾ അംഗീകരിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾക്ക്, കുടുംബനാഥന്മാർക്ക്, ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ആളുകൾക്ക് രക്ഷാകർതൃത്വം എന്നത് വളരെ ജാഗ്രതയോടുകൂടി നിർവഹിക്കേണ്ട ഒന്നാണെന്നാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ സായിലു കുല്ല റാഇൻ അമ്മസ്തറഅഹു ഹഫിള അം ലയ്യ ഹത്താ യസ്അല അർ-റജുല അൻ അഹ്ലി ബൈതിഹി എന്ന്. അല്ലാഹു ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. ചോദ്യം എന്താണെന്നോ, ഹഫിള, നിങ്ങളുടെ ഉത്തരവാദിത്തം. ശരിക്ക് അത് ചുമതലയല്ല, നമ്മുടെ ഡ്യൂട്ടി മാത്രമല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? ഹഫിള അം ലയ്യ, അതല്ല നിങ്ങളത് പാഴാക്കി കളഞ്ഞിട്ടുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹത്താ യസ്അല അർ-റജുല അൻ അഹ്ലി ബൈതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയോട് അവൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെക്കുറിച്ചും അള്ളാഹു ചോദിക്കും. കുടുംബനാഥനും കുടുംബനാഥക്കുമൊക്കെ തന്നെ കുടുംബത്തിൽ
മക്കളായി, പേരമക്കളായി, മറ്റു ബന്ധുക്കളായി ഒക്കെ കഴിഞ്ഞുകൂടുന്ന ആളുകളുടെ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്തമുണ്ട് എന്നാണ്. ഒരിക്കൽ റസൂല് പറഞ്ഞത് കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. നിങ്ങളുടെ കീഴിലുള്ള ആളുകളെക്കുറിച്ച് അള്ളാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ഇസ്ലാമിക ജീവിതത്തിലൂടെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കേണ്ടവരാണ് നമ്മളെന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചക പാഠങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. നിങ്ങളുടെ ഇണകളിൽ, ഇണ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്നാണ്. ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും, മക്കൾ ഈ മാതാപിതാക്കൾക്കുമൊക്കെ ശത്രുക്കളായി വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതിനെക്കുറിച്ച് ഫഹ്ദറൂഹും, നിങ്ങൾ അങ്ങനെയുള്ള അവസ്ഥക്ക് എതിരിൽ നിലകൊള്ളുകയും അവരെ നിങ്ങൾ കരുതിയിരിക്കുകയും ചെയ്യണമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ദുനിയാവിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളിലൂടെ അസമാധാനവും അസ്വസ്ഥതകളും ഉണ്ടാകാൻ പാടില്ല. അവരിലൂടെ നമ്മുടെ പരലോകം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഇത്തരം ഉത്ബോധനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മരണാനന്തര ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ കാര്യം കൂടി നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നേടുകയും നമ്മുടെ വോട്ടവകാശം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ആ പട്ടികയിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടണമെന്നതിൽ എത്ര ജാഗ്രതയാണ് നമ്മളൊക്കെ പാലിച്ചത്. ഏത് പട്ടികയിൽ? നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടണം എന്നതിൽ എത്ര ഉത്ബോധനങ്ങളും ഉണർത്തലുകളും എത്ര ക്യാമ്പയിൻ വർക്കുകളും എത്ര ജാഗ്രതയുമാണ് നമ്മൾ പാലിച്ചത്. അത് ഓരോ കുടുംബത്തിലെയും രക്ഷിതാക്കൾ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തിയാക്കി. അതേപോലെയല്ല, അതിനേക്കാൾ ഉപരിയായി നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടണം എന്നതിൽ നമുക്ക് ജാഗ്രത വേണമെന്നാണ് ഖുർആൻ ഈ ആയത്തിലൂടെ ഉത്ബോധിപ്പിക്കുന്നത്. വിശ്വാസികളെ, അങ്ങനെ നിങ്ങളുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യമാകുന്നു ഈ ഉത്ബോധനം. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു വേനൽ അവധിയെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഔപചാരികമായ അവരുടെ പഠനത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നെല്ലാം തന്നെ പുറത്തിറങ്ങുന്ന ഒരു കാലമാണ് വേനൽ അവധി കാലം എന്നുള്ളത്. ഇത് ശരിക്കും ജീവിതത്തെ നേരിട്ടറിയാനുള്ള ഒരു പാഠശാലയാക്കി ഈ അവധിക്കാലത്തെ മാറ്റാൻ നമുക്കൊക്കെ കഴിയണം. അതിൽ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും രക്ഷിതാക്കൾ തന്നെയാണ്. നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ ഈ പ്രധാനമേറിയ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മക്കളുടെ കാര്യം മാത്രമല്ല, നമ്മുടെ കാര്യത്തിലും നമുക്ക് നമ്മോട് തന്നെ സംസാരിക്കാനുള്ള അവസരമായി ഈ അവധിക്കാലത്തെ നമ്മൾ കാണേണ്ടതുണ്ട്, ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്ന് വന്നു? എനിക്ക് ഈ ദുനിയാവിൽ നിർവഹിക്കാനുള്ള ജീവിത ദൗത്യമെന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ ജീവിതാന്ത്യം എന്താണ്?
എന്നിത്യാദി ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട് നമ്മളെ കൂടുതൽ ആത്മീയമായി സജീവമാക്കാനുള്ള അവസരം നമുക്ക് കിട്ടുന്ന വേനലവധി എന്ന് നമ്മൾ കരുതേണ്ടതില്ല. കിട്ടുന്ന അവധി സമയങ്ങളിലൊക്കെ, അവധിക്കാലമായാലും സമയമായാലും ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ തന്നെ നമ്മോട് ചോദിക്കേണ്ടതുണ്ട് എന്നതാണ്. നമ്മുടെ മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. അവർ ആധുനിക സാങ്കേതിക വിദ്യയോടൊപ്പം ജീവിക്കുന്ന ഒരു തലമുറയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി അത് വളരെയധികം വികസിച്ച ഒരു കാലമാണ്. നമ്മുടെ മക്കളിൽ അധികവും ഫുള്ളി ഡിജിറ്റൽ ലൈഫിലാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരെ ഇപ്പോൾ ബാധിച്ചിട്ടുള്ള സ്ക്രീൻ അഡിക്ഷൻ അത് ഒരു അമിതമായ ആസക്തിയായി നമ്മുടെ മക്കളിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ഉപയോഗിക്കുന്ന മൊബൈലാണെങ്കിലും യൂട്യൂബാണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും ഇനി AI പോലെയുള്ള സംവിധാനങ്ങളാണെങ്കിലും അവരുടെ റീൽസ് പോലെയുള്ള കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. അവരതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ മറ്റൊരു ലോകത്താണ്. അവർ മനുഷ്യരുമായുള്ള ബന്ധങ്ങളെക്കാൾ കൂടുതൽ ഈ ഡിജിറ്റൽ ഡിവൈസുകളുമായുള്ള ബന്ധമാണ് അവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ലാഭങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും ആ നഷ്ടങ്ങൾ സംഭവിക്കുന്നതിലധികവും അവരുടെ ധാർമ്മികമായ മതപരമായ അവരുടെ പരലോക ജീവിത വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളായ നമ്മൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ നഹില വാലിദുൻ വലദൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. ഒരു പിതാവിന് തൻ്റെ മകന് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നോ? അദബുൻ ഹസൻ. അവന് നല്ല സംസ്കാരവും നല്ല മര്യാദകളും നല്ല ശീലങ്ങളും ശിഷ്ടങ്ങളും പഠിപ്പിക്കുക എന്നുള്ളതാണ്. മതപരമായ ബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഒരു പിതാവിന് മക്കൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ നിഹില സമ്മാനം എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ വേനൽ അവധികാലത്തെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ പ്ലാനിങ് രക്ഷിതാക്കൾക്കുണ്ടാകേണ്ടതുണ്ട്. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ, ക്ലാസ്സുകൾ, ഉപദേശങ്ങളൊക്കെ ഇനി ഈ സോഷ്യൽ മീഡിയകളിലൂടെ ആണെങ്കിലും അല്ലാതെ നേരിട്ടുമൊക്കെ തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഈ സ്ക്രീൻ അഡിക്ഷനിലൂടെ അവരെത്തിപ്പെടുന്നത് വലിയ വിപത്തുകളിലേക്കാണ്. നാശത്തിൻ്റെ ഗർത്തങ്ങളിൽ അവർ ചെന്ന് ചാടുന്നുണ്ട്. സ്വതന്ത്ര ചിന്ത, ലിബറലിസം, അതേപോലെയുള്ള മതനിരാസം, യുക്തിവാദം, ദൈവനിഷേധം പോലെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ മക്കൾ അവസാനമായി എത്തിപ്പെടുന്നത്. അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവർക്ക് മറുപടി കൊടുക്കുന്നതും ഈ ഡിജിറ്റൽ സംവിധാനങ്ങളാണ്. ഒരു ഗുരുമുഖത്ത് നിന്ന് കാര്യങ്ങൾ പഠിക്കുക എന്ന അധ്യാപനത്തിൻ്റെയും അധ്യയനത്തിൻ്റെയും ആ പ്രാഥമികമായ ആ ഘട്ടം പോലും അവർക്ക് ഈ രംഗത്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഉപദേശിക്കുമ്പോഴും കരുതണം. ഈ പ്രായത്തും ഈ കാലത്തിലും മക്കൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഉപദേശം, സുദീർഘമായ സംസാരങ്ങൾ. അവർ ഈ കാണുന്ന റീൽസുകളെ പോലെ തന്നെ 2, 3, 4 സെക്കൻഡ് അത് കണ്ടാണ് അവർ ശീലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘമായ സംസാരങ്ങൾ കേൾക്കാൻ അവർക്കിഷ്ടമില്ല. ചിന്തകളും ഇങ്ങനെ കഷ്ണം മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളുടെ ചിന്തകൾ വരെ ഒരു കാര്യത്തെക്കുറിച്ച് ഗൗരവതരമായ സീരിയസ് തിങ്കിങ് ഇന്നത്തെ തലമുറക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടമായി കിട്ടിയാൽ മതി എന്നാ. അധിക നേരം ഞങ്ങൾക്ക് ചെലവഴിക്കാനില്ല, മാറി മാറി വരണം. ആസ്വാദനങ്ങൾ ഒരേ ആസ്വാദനമല്ല, ആസ്വാദനങ്ങൾ മാറി മാറി വരണമെന്ന ചിന്തയാണ്. ഇങ്ങനെയുള്ള ഒരു മനസ്സിനോട് എങ്ങനെ സംവദിക്കണം എന്നത്
അതിൽ രക്ഷിതാക്കൾക്ക് നല്ല പരിശീലനം തന്നെ കിട്ടേണ്ടതുണ്ട്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. എനിക്ക് എൻ്റെ ചിന്ത, എനിക്ക് മൈ ലൈഫ്, മൈ തോട്ട്, മൈ ബോഡി, മൈ ചോയ്സ്, എൻ്റെ കാര്യമൊക്കെ ഞാൻ തെരഞ്ഞെടുത്തുകൊള്ളും എന്ന രീതിയിലുള്ള ഈ പോക്ക്, ഈ അനിയന്ത്രിതമായ പോക്കിന് നമ്മൾ വളരെ ഹിക്മത്തോടുകൂടി, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ. ഈ ദീനിന്റെ കാര്യം പറയുന്നിടത്ത് മാത്രമല്ല ഉപദേശവും ഹിക്മത്തും വേണ്ടത്. നമ്മുടെ മക്കളെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നിന്റെ കുടുംബത്തെ, നിന്റെ കുടുംബാംഗങ്ങളെ, മക്കളെ, ബന്ധപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ ചേർത്തു പിടിക്കണം, ചേർത്ത് നിർത്തണം, വിളിക്കണം, ക്ഷണിക്കണം. ഹിക്മത്തോടുകൂടി, അത് യുക്തിദീക്ഷയോടുകൂടിയായിരിക്കണം. വൽ മൗഇദത്തിൽ ഹസന, സദുപദേശത്തോടുകൂടിയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ, അദ്ദേഹം ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ നൽകിയ ചില നിർദ്ദേശങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ലാഇബ് വലദക സബ്അൻ, ആദ്യത്തെ 7 വയസ്സുവരെ കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന, അവൻ്റെ ആ ശൈശവം കഴിഞ്ഞ് ബാല്യത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലം വരെ നീ ലാഇബ് വലദക, നിന്റെ കുട്ടികളോടൊത്ത് നന്നായി കളിക്കണം. അവരെ നിങ്ങൾ അദബ് പഠിപ്പിക്കേണ്ടത്, സംസ്കാരവും ശീലവും സ്വഭാവവും പഠിപ്പിക്കേണ്ടത് പ്ലേ വേ മെത്തേഡിലൂടെയാണ്, കളിയിലൂടെ. കളി ഇഷ്ടപ്പെടുന്ന കാലമാണത്, പ്രായമാണത്. കളിയിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുക. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരോടൊത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളിച്ചിരുന്നത് പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ള ഒരു കുട്ടിയായി മാറുകയാണ്. അങ്ങനെ ആ കളിയിലൂടെ വലിയ വലിയ സംസ്കാരങ്ങളും മര്യാദകളും കാര്യങ്ങളുമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുന്നത്. റസൂലിന്റെ ഇടത് ഭാഗത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ പ്രവാചകൻ പതുക്കെ വലത് ഭാഗത്തേക്ക് കൈകൊണ്ട് പിടിച്ചുകൊണ്ടുവന്ന് നിർത്തിയത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ, റസൂലിന്റെ കൂടെ നടന്നു പോകുമ്പോൾ വഴിയിൽ വീണ ഒരു കാരക്ക എടുത്ത് തിന്നാൻ ഒരുങ്ങിയപ്പോൾ നബി തടഞ്ഞു. നമുക്ക് സ്വതക്ക ഭക്ഷിക്കാൻ പാടില്ല, ഇത് സ്വതക്കയിൽ നിന്ന് വീണതായേക്കാൻ സാധ്യതയുണ്ട് മോനെ. തടഞ്ഞുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ പഠിപ്പിക്കുന്നു. അപ്പോൾ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ എങ്ങനെയാകണമെന്നോ, വഅദ്ദിബ്ഹു സബ്അ, അവനെ അദബ് പഠിപ്പിക്കണമെന്നാണ്. നല്ല ശീലങ്ങൾ ആ സന്ദർഭത്തിലാണ് കുട്ടികൾക്ക് കിട്ടേണ്ടത്. നമ്മുടെ മക്കൾക്ക് നമസ്കാരമാകുന്ന ശീലം, സൽസ്വഭാവമാകുന്ന ഏറ്റവും വലിയ അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സമ്മാനവും സമ്പത്തും അത്. പിന്നെന്തൊക്കെ നമ്മൾ പഠിക്കണം? പെരുമാറ്റങ്ങൾ, അയൽപക്കക്കാരോട് എങ്ങനെ പെരുമാറണം. നോക്കൂ, ദീൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറയുന്നത്, ഈമാനുമില്ല, ഈമാനു ബിൽ യൗമിൽ ആഖിറിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്നത്, അക്രിം ലൈഫഹു, വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരെ നിങ്ങൾ ആദരിക്കണമെന്നാണ്. വിരുന്നുകാരെ സൽക്കരിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്, അവരെ അംഗീകരിക്കേണ്ടത്, അവരെ പരിഗണിക്കേണ്ടത്. വിരുന്നുകാർ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഉമ്മയും ബാപ്പയും മുതിർന്നവർക്ക് വേറെ കാര്യത്തിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ ഇവരെ സ്വീകരിക്കാൻ ഈ കുട്ടിയുള്ളെങ്കിൽ ആ കുട്ടിക്ക് കഴിയണം. അതെവിടുന്ന് പഠിക്കണം? അതിൻ്റെ ശരിക്ക് പരീക്ഷണശാല നമ്മുടെ വീടകങ്ങളാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളാണ്. അവിടെയുള്ള മുതിർന്നവരാണ് നമ്മുടെ മക്കളെ അത് ശീലിപ്പിക്കേണ്ടത്, എങ്ങനെ ഒരു അതിഥിയോട് പെരുമാറണം എന്നുള്ളത്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് എങ്കിൽ തൻ്റെ അയൽപക്കക്കാരനെ ആദരിക്കട്ടെ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലൈസ മിന്നാ മൻ ലം യുവഖിർ കബീറനാ വമൻ ലം യർഹം സഗീറനാ, മുതിർന്നവരെ ബഹുമാനിക്കാനുള്ള ശീലം, ഈ അദബ് നമ്മുടെ മക്കൾക്ക്
പരിചയപ്പെടുത്തി കൊടുക്കണം, അതിൽ പരിശീലിപ്പിക്കണം. അത് വേനൽക്കാലത്തുള്ള യാത്രകളിലൂടെയാകാം, നമ്മുടെ കൂടിച്ചേരലുകളിലൂടെയാകാം, അതുപോലെയുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെയാകാം. ഇത് അവരെ പരിശീലിപ്പിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുതിർന്നവരെ ആദരിക്കാനുള്ള ശീലം നമ്മുടെ മക്കൾക്കുണ്ടാകണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ബസ്സിൽ പ്രത്യേക റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളുണ്ടല്ലോ, സീനിയർ സിറ്റിസൺ, മുതിർന്ന പൗരന്മാർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പ്രത്യേകം ബോർഡ് എഴുതിയ സീറ്റിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ആരാ? എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മുടെ മക്കളാണ്, കോളേജിലേക്ക് പോകുന്ന യാത്ര ചെയ്യുന്ന മക്കളാണ്, ടീനേജ് പ്രായക്കാരാണ്. ആണും പെണ്ണും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഈ മര്യാദയൊക്കെ എവിടുന്ന കുട്ടികൾ പഠിക്കേണ്ടത്? മോനെ, മുതിർന്ന ആളുകൾ ബസ്സിൽ കയറി വന്നാൽ നിനക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ എഴുന്നേറ്റ് നിന്ന് അവരെ അവിടെ ഇരുത്തണം. ഇനി ഇങ്ങനെ റിസർവേഷൻ സീറ്റുകളാകണമെന്നില്ല. അല്ലെങ്കിലും ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, നമ്മുടെ സംസ്കാരത്തിന്റെ ഉടമയല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ വിശദീകരിച്ചതാണ്. മല്ലം യുവഖിർ കബീറന, മുതിർന്നവരെ നിങ്ങൾ ആദരിച്ചിട്ടില്ല എങ്കിൽ അവൻ എന്ന് റസൂൽ പഠിപ്പിക്കുന്നു. മാത്രമല്ല അൽ ബർക്കത്ത് മഅ കാബിരിക്കും, നിങ്ങൾക്ക് ജീവിതത്തിൽ ബർക്കത്ത് കിട്ടുന്നത് നിങ്ങളുടെ മുതിർന്നവരിലൂടെയാണ് എന്നൊരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി സുബ്ഹാനഹു വതആല ഇക്റാമി ദിശൈബത്തുൽ മുസ്ലിം, നിങ്ങളുടെ കൂട്ടത്തിലെ പ്രായം ചെന്ന ആളുകളെ അംഗീകരിക്കുക, അവരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ നിങ്ങൾ ആദരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് എന്ന് വരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ തലമുതിർന്ന വല്യപ്പാരുണ്ടാകും, വല്യമാരുണ്ടാകും, തലമുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കേണ്ടി വരും. നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിലും 4 കുട്ടി എന്നോടൊന്നും ചോദിച്ചല്ലോ. നമ്മുടെ ഒരു വലിയ ഷോപ്പിന്റെ ഉദ്ഘാടനമായിരിക്കും, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്, വല്യാപ്പാനോട് നേരിട്ടോ ആ കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് ഇക്റാമ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയാണ് ബർക്കത്ത് കിട്ടുക? അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ഉന്നതമായ മൂല്യങ്ങൾ ഒരിക്കലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു, അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? പരലോകത്തിൽ വിശ്വാസമുണ്ടോ? കുടുംബബന്ധം ചേർക്കട്ടെ. എങ്ങനെ ചേർക്കും? നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് കുടുംബ സന്ദർശന യാത്രകൾ നടത്തണം. നമ്മുടെ ഈ വേനൽ അവധികൾ നമ്മൾ പ്ലാൻ ചെയ്യുക. കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്കുള്ള സന്ദർശന യാത്രകൾ. രോഗികളായി കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ ചെന്ന് സന്ദർശിക്കുക. അതിന് രക്ഷിതാക്കൾ തന്നെ പ്ലാൻ ചെയ്ത് നേതൃത്വം നൽകുക. ഇതുപോലെയുള്ള മൂല്യങ്ങളാണ് ഈ അവധികാലത്ത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ടത്. അത് ഈ പരിശീലനത്തിലൂടെ കിട്ടുള്ളൂ. മറ്റത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ സ്ക്രീൻ അഡിക്ഷനിൽ അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ മൂല്യങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫൽയസിൽ റഹിമഹു എന്ന് പറഞ്ഞല്ലോ. കുടുംബ ബന്ധങ്ങൾ തന്നെ ഇപ്പൊ നോക്കൂ നിങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ തന്നെ കണ്ണികൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഈ കാലത്ത് ഈ കുടുംബ ബന്ധമില്ലെങ്കിലും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ തന്നെ ചേർക്കാൻ വേണ്ടി ഏറെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഒരു മതമാണ് നമ്മുടെ ദീൻ എന്ന് നമ്മൾ പഠിക്കുക. ഇങ്ങനെയുള്ള ഉന്നതമായ മൂല്യങ്ങളെ വളർത്താനും അത് ജീവിതത്തിൽ നടപ്പിലാക്കുവാനുമുള്ള അവസരങ്ങളായി നമുക്ക് സ്വയം വളരാനും നമ്മുടെ കുടുംബത്തെ തന്നെ ദീനിന്റെ കാര്യത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള സന്ദർഭങ്ങളായി ഈ അവധി സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ,
അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവേ, നീ ഞങ്ങൾക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ ഓരോ കാലത്തും സന്ദർഭത്തിനും അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി 14 മുതൽ 21 വയസ്സ് പ്രായം വരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വസ്വാഹിബുഹു സബ്അ, നിങ്ങൾ അവൻ്റെ ഏറ്റവും നല്ല ചങ്ങാതിയാവുക എന്നാണ്. അവൻ്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞുകൂടുക എന്നതാണ്. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തേണ്ടത്. സുമ്മത്തുറുക്കുഹു, അങ്ങനെ ഇപ്പം 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവന് സ്വന്തം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രാപ്തിയും അതിനുള്ള യോഗ്യതയുമൊക്കെ കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യത്തിൽ അവൻ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി അവനെ നിങ്ങൾ പ്രേരിപ്പിക്കുക. പിന്നെ അവനെ നിങ്ങൾ അവൻ്റെ നന്മയുടെ വഴിയിലൂടെ മുന്നോട്ട് പറഞ്ഞയക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ സുഹബത്തുണ്ടല്ലോ, സൗഹൃദവും അതേപോലെ തന്നെ സ്നേഹിതനാണെന്ന രീതിയിൽ തങ്ങളുടെ മക്കളോടൊത്ത് കഴിയണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് അതിൻ്റെ മനഃശാസ്ത്രപരമായ വശവും. നമ്മുടെ മക്കളോട് ഇതിൻ്റെ ഏറ്റവും നല്ല സുഹൃത്താരാണ് എന്ന് ചോദിച്ചാൽ അതെൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. സ്വന്തം പിതാവിൽ നിന്നും മാതാവിൽ നിന്നും സൗഹൃദം അനുഭവിക്കുന്ന മക്കൾ ഒരിക്കലും ദീനിൻ്റെ വൃത്തത്തിൽ നിന്ന് വല്ലാതെ പുറത്തു പോവുകയില്ല. അവരെവിടെയൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും ബോധവും മതനിഷ്ഠയും ധർമ്മവിചാരങ്ങളും അവരുടെ മനസ്സുകളിൽ എന്ന പോലെ തന്നെ അവരുടെ ശീലങ്ങളിൽ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന നന്മകളിലൊക്കെ ഈ കാലത്ത് ഈ 14 മുതൽ 21 വരെയുള്ള അദ്ദേഹം ഒരു പ്രായം ഇങ്ങനെ പറഞ്ഞതാണ്, അത് കൂടിയും കുറേയൊക്കെ ചെയ്യാം. അതിൽ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെയും ആ മയ്യത്ത് കുളിപ്പിക്കുന്ന ആ റൂമിൽ പങ്കെടുപ്പിച്ച് അവരെ അത് കാണിക്കുകയും മയ്യത്ത് കുളിപ്പിക്കാൻ അവർക്ക് പരിശീലനവും അറിവും പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യം മാത്രമല്ല, കഫൻ പുടവ അണിയിക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യങ്ങളിലാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ മക്കളെ പരിശീലിപ്പിക്കേണ്ടത്. ഇസ്ലാമിൽ ഒരുപാട് മാനേഴ്സുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ, അതിലൊക്കെ തന്നെ. അപ്പോൾ ഈ സ്നേഹവും സൗഹൃദവും ഒക്കെ ഏറ്റവും കൂടുതൽ പങ്കുവെക്കാനുള്ള അവസരങ്ങളായി ഈ ഒഴിവ് സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മക്കൾക്ക് ഒഴിവാകുമ്പോൾ നമുക്കും ഈ തിരക്കിൽ നിന്ന് കുറച്ച് ഒഴിവുണ്ടാക്കിയിട്ട് അവരുടെ കൂടെ കൂടാൻ നമുക്ക് കഴിയണം. സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്ന ഏറ്റവും നല്ലൊരു അവസരമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒരു അവസരമാണ് അതിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന നേരെന്നാണ്. സ്ത്രീകൾ വീട്ടിലങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും, എന്നിട്ടോ കുടുംബനാഥനെയും മുതിർന്ന ആൾക്കാരെയും വിളിക്കും, വന്ന് ഭക്ഷണം കഴിച്ചു പോയിക്കോളി. അവരെപ്പോഴാണ് തിന്നുന്നത്? എല്ലാവരും തീറ്റയും കഴിഞ്ഞിട്ടാണ് സ്ത്രീകളുടെ തീറ്റ. അങ്ങനെ രീതി തന്നെ ഇസ്ലാമിലില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകന്റെ കൂടെ ഇരുന്നിട്ടല്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. റസൂലിന്റെ പ്രിയ പത്നിയാണ് പറയുന്നത്. നമ്മുടെ പെണ്ണുങ്ങൾ നമ്മളെ പറ്റി എങ്ങനെ പറയോ? റസൂലിന്റെ കൂടെ ഇരുന്നിട്ടല്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണെങ്കിൽ സൂറത്തുൻ നൂറിലെ വിശുദ്ധ ഖുർആനിലെ ഒരു പേജിന്റെ മുക്കാഭാഗവും നിങ്ങൾ എങ്ങനെ ഒരുമിച്ചിരുന്ന് ആരോടൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര നേരം നമ്മൾ കുടുംബത്തിലെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും ഒരുമിച്ച് വിളിച്ചിരുത്തി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെയാണ് ഈ മൂല്യങ്ങൾ അപ്പോൾ ആ സന്ദർഭത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പം പറയേണ്ടത് നല്ല കാര്യങ്ങളായിരിക്കണം. അതുകൊണ്ടാണ് റസൂലിനോട് ഒരാൾ ജീവിതത്തിൽ ഒരു ബർക്കത്തും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു വന്നപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാ ഭക്ഷണം കഴിക്കല്? ഞാൻ ഒറ്റക്കാ തിന്നല്. എന്നാൽ വീട്ടിലെല്ലാ ആളുകളും ഒരുമിച്ചിരുന്നൊന്ന് തിന്നു നോക്കി, അള്ളാഹിൻ്റെ ബർക്കത്ത് നിങ്ങൾക്കുണ്ടാകും എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ
നമ്മുടെ കുടുംബാംഗങ്ങളിൽ, നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ പെയ്തിറങ്ങണമെങ്കിൽ ഇതുപോലെയുള്ള മൂല്യങ്ങളെയാണ് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. ബന്ധങ്ങൾക്ക് പ്രാധാന്യം, പ്രത്യേകിച്ച് മനുഷ്യബന്ധങ്ങൾ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, മനുഷ്യനെ മനുഷ്യനായി പോലും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള പെരുമാറ്റങ്ങളാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അഭ്യസ്ത വിദ്യർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ കാണുന്നത്. നിങ്ങൾ കേട്ടില്ലേ, കണ്ണൂർ ജില്ലയിലെ ഡെന്റൽ കോളേജിൽ അവിടെ ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ അധ്യാപകനിൽ നിന്ന് കിട്ടിയിട്ടുള്ള സഹിക്കവയ്യാനാകാത്ത പീഡനത്താൽ ആ കുട്ടി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതികേട് വന്നു. എന്തിൻ്റെ പേരിലാണെന്നോ? ഒരു അധ്യാപകൻ പകർന്നു കൊടുക്കേണ്ടത് എന്താണ്? നല്ല വിജ്ഞാനങ്ങളാണ്, സംസ്കാരങ്ങളാണ്, സ്വഭാവങ്ങളാണ്. മുന്നിൽ വരുന്ന കുട്ടി, തൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന കുട്ടി തൻ്റെ മക്കളെപ്പോലെയാണ് എന്ന വിചാരം ഒരു അധ്യാപകന് എപ്പോൾ നഷ്ടപ്പെടുന്നുണ്ടോ അപ്പോൾ അവൻ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങണമെന്ന് പഠിപ്പിച്ച നമ്മുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണനുണ്ട്. ഇത്ര അധ്യാപക സമൂഹത്തിന് തന്നെ വലിയ കളങ്കം ചാർത്തിക്കൊണ്ടാണ് ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ. ഒരു കുട്ടിയുടെ നിറം ആര് കൊടുത്തതാ? നിറത്തിന്റെ പേരിലാണോ ഒരാളുടെ യോഗ്യത? ജാതി, മതം, വർഗം, നിറം, ഇതിൻ്റെയൊക്കെ പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന പരിതാപകരമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മുസ്ലിങ്ങളായ നമുക്ക്, ഖുർആനിന്റെ അനുയായികളായ നമുക്ക് പറയാനുള്ളത്, മനുഷ്യരെല്ലാം പൊക്കൽ കൊടി ബന്ധമുള്ളവരാണ് എന്നാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങളൊരു ഉപ്പേൻ്റെയും ഉമ്മേൻ്റെയും മക്കളാണ് എന്നാണ്. ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അടിവയറ്റിൽ ഒരു അടയാളമുണ്ട്, പൊക്കൽ കൊടി. അതില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? അതുള്ളവനെയെല്ലാം മനുഷ്യനായി കാണണം എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, സഹോദരങ്ങളാണ്, പൊക്കൽ കൊടി ബന്ധമുള്ളവനാണ്, ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ് നിങ്ങൾ എന്ന ഈ വലിയ മാനവികതയുടെ ബോധത്തിലേക്ക് ഈ സമൂഹത്തെ ഇനിയും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. സാക്ഷര കേരളമാണ് നമ്മുടെ കേരളം. എവിടുക്കാനി നമ്മൾക്ക് ഉയരാനുള്ളത്? ഭൗതികമായി, വൈജ്ഞാനികമായി. പക്ഷേ നോക്കൂ, സാംസ്കാരികമായി എത്ര ആഴങ്ങളിലേക്കാണ്, അഗാധ ഗർത്തങ്ങളിലേക്കാണ് നമ്മൾ കൂപ്പ് കുത്തുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. മാറ്റം വേണം സഹോദരങ്ങളെ. ഇത്തരം മൂല്യങ്ങളാണ് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായിരുന്നു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന രക്ഷിതാക്കൾക്ക് നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കാരുണ്യവും സൗഖ്യവും സമാധാനവും നൽകിയണമേ. ഞങ്ങളുടെ ഇടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.